ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മീഷോനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ മീഷോയിൽ നമുക്ക് എല്ലാവർക്കും അറിയാം റീസെല്ലിങ് ചെയ്യാൻ പറ്റുന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ കുറേ കാലങ്ങളായിട്ട് ഒരുപാട് ആളുകൾ റീസെല്ലിങ് ചെയ്യുന്നുണ്ട്, ഒരുപാട് അതിൽ നിന്ന് എമൗണ്ട് ഏൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനിയും ഈ ഒരു റീസെല്ലിങ്ങിനെ കുറിച്ചിട്ട് അറിയാത്ത അല്ലെങ്കിൽ ഏൺ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് വീട്ടമ്മമാർ നമുക്കിടയിലുണ്ട്. അത് ഞാനിപ്പോൾ റീസെൻ്റായിട്ട് ഒരുപാട് വീഡിയോസ് കണ്ടപ്പോൾ അതിലത്തെ കമൻസും കാര്യങ്ങളൊക്കെ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. ചില ആളുകളൊന്നും റീപ്ലൈ കൊടുക്കുന്നില്ല കമൻറ്റിനൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അങ്ങനെ പറയുന്ന കുറേ സംഭവങ്ങൾ കണ്ടപ്പോഴാണ്. അപ്പോൾ എനിക്ക് തോന്നി ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്താലോ എന്നുള്ളത് എനിക്ക് തോന്നിട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മീഷോയിൽ റീസെല്ലിങ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോക്ക് താഴെ വന്നിട്ട് കമൻറ്റ് ചെയ്യുക. വേറെ ഒന്നുമില്ല, എങ്ങനെ റീസെല്ലിങ് തുടങ്ങാം, എങ്ങനെയാണ് നമുക്കിത് റീസെല്ലിങ് ചെയ്യാൻ വേണ്ടി പറ്റുക, എങ്ങനെ മാർക്കറ്റിങ് ചെയ്യാം, എങ്ങനെയൊക്കെ സ്റ്റെപ്പ് ബൈ ആയിട്ട് ഞാനിങ്ങനെ ഓരോന്നായിട്ട് ഞാൻ വീഡിയോ ചെയ്യാമെന്നുള്ളൊരു പ്ലാനിങ്ങിലാണ്. കാരണം ഞാനൊരു ഏകദേശം ഒരു 2 വർഷത്തോളം എന്താ പറയുക റീസെല്ലിങ് ചെയ്തിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് എനിക്കതറിയാം എങ്ങനെയാണ് അതിൽ ഓരോരോ പ്രശ്നങ്ങൾ എങ്ങനെ വരും, അല്ലെങ്കിൽ എന്താ പറയുക എങ്ങനെ ഒരു നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മളത് നേരിടുക എന്നുള്ളതൊക്കെ എനിക്ക് കൃത്യമായിട്ട് എനിക്കത് അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു എനിക്ക് പറഞ്ഞു കൊടുക്കാറ്. ഞാനിപ്പോൾ ചെയ്യുന്നില്ല, ഞാനിപ്പോൾ ചെയ്യുന്നില്ല. അപ്പം എനിക്കുണ്ടായ അനുഭവങ്ങൾ അല്ലെങ്കിൽ എനിക്ക് എന്താ പറയുക എനിക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ ഞാനത് സോൾവ് ചെയ്തു എന്നുള്ളതൊക്കെ എനിക്ക് നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്കത് പറഞ്ഞു തരാൻ വേണ്ടി സാധിക്കും. പിന്നെ 2 വർഷത്തോളം 2-2.5 വർഷത്തോളം 3 വർഷത്തിൻ്റെ അടുത്ത് ഞാനത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ രണ്ടാമത്തെ പ്രഗ്നൻ്റ് ആയി അങ്ങനെയൊക്കെ ആയപ്പോൾ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് അത് നിർത്തിയത്. എനിക്ക് നല്ല വയ്യായിരുന്നു, അങ്ങനെയൊക്കെ നിർത്തിയത്. പിന്നെ എനിക്ക് അക്കൗണ്ട് എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. പിന്നീട് എനിക്കത് ചെയ്യാനൊന്നും പറ്റില്ലായിരുന്നു. പിന്നെ ഞാനത് സ്റ്റാർട്ട് ചെയ്തില്ല, കുട്ടിയൊക്കെ ചെറുതായിട്ട് ഞാൻ പിന്നെ അതങ്ങനെ വിട്ടു. ഓക്കെ, അപ്പം ഇനി സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോക്ക് താഴെ വന്നിട്ട് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പം എന്താ പറയുക എല്ലാ ഡൗട്ടും എന്തൊക്കെയാണോ നിങ്ങൾക്ക് ഡൗട്ടുകളുള്ളത് എല്ലാ ഡൗട്ടും ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ തയ്യാറാണ്. അപ്പം കമൻറ്റ് ഇടാൻ ഏറ്റവും കൂടുതൽ എന്തിനെക്കുറിച്ചിട്ടാണോ ചോദിച്ചിരിക്കുന്നത് ആ ഒരു സംഭവം ഞാൻ പിറ്റേ ദിവസം വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യാനാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ഞാൻ റിവ്യൂ വീഡിയോസൊക്കെ ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ചാനൽ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം ഓക്കെ, അപ്പോൾ എന്തായാലും കമൻറ്റ് ഇടാൻ മറക്കരുത് കേട്ടോ. എന്താണെന്നുള്ളത് എങ്ങനെയാണ് എന്തൊക്കെയാണ് അറിയേണ്ടതെന്നുള്ളത് ഇതാക്കാം. ഈസി ആയിട്ട് നമുക്ക് എങ്ങനെയാണ് അച്ചീവ് ചെയ്യാൻ പറ്റുന്നത് ഈസി ആയിട്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. എന്തായാലും ഒരാൾക്കെങ്കിലും ഈ ഒരു വീഡിയോ ഉപകാരപ്പെടും എന്നുള്ളൊരു തോട്ടുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ താങ്ക് യു.